ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈക്ക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ ആണ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ലൈക്ക് ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അലോണ എന്നാണ് പേര്. അപ്പോൾ അവളും കൂടെ എന്താ പറയുക അങ്ങോട്ട് വരുന്നുണ്ട്. വടകര മേപ്പയിലാണ് അമ്മേൻ്റെ വീട്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അതിൻ്റെ അടുക്ക് കുറേ ക്ലിപ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എടുത്തത് അലോണയാണ്. അവളുടെ ഓരോ കലാവിരുദ്ധകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണാം. എനിക്കറിയില്ല, ഞാൻ ക്യാമറ എന്താ പറയുക ഒന്ന് അതിൽ കൂടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയല്ലോ എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ചെയ്യുമ്പോഴാണ് ഞാനിതൊക്കെ കാണുന്നത് തന്നെ. നമ്മൾ വീട്ടിലെത്തി കുറച്ചധികം നേരമായി. നമ്മുടെ കൂടെ ആരാണുള്ളത്? നമ്മൾ ടി വി കാണുമായിരുന്നു അല്ലേ നേരത്തെ. നമുക്ക് പുറത്ത് കാണിച്ചു തരാം. ഇവിടെ നല്ല ചുട്ട് പൊരിയുന്ന വെയിലാണ്. എൻ്റെ പഠിച്ചോനെ ഗൈസ്, നല്ല വെയിലാണ്. നേരത്തെ ഒരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല പൊള്ളുന്ന വെയിലാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം. നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണല്ലേ. അടിപൊളി വ്യൂ ആണ്, നല്ല നാച്ചുറൽ. കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞാൽ അങ്ങൊന്ന് കയറ്റുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ആശ്രമത്തിൻ്റെ വഴിയുണ്ട്. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെരുപ്പിപ്പോൾ പൊട്ടിയില്ലേ? പൊട്ടി, നല്ലോണം പൊട്ടി. അതേപോലെ തന്നെ മറ്റേ സാധനം ഉളങ്ങ് പറിച്ചാളഞ്ഞ്. അതും വേണമെങ്കിൽ ഒട്ടിച്ചാൽ പോരെ. അത് തുന്നാൻ കൊടുക്കാം. എന്തായാലും പുതിയ എപ്പോഴെങ്കിലൊക്കെ വാങ്ങണം. പൈസ ഉണ്ടാക്കി. മറ്റന്നാൾ ഇവളുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? അങ്ങോട്ട് നല്ല വെയിൽ, നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. രണ്ട് സ്ഥലത്തും ഉണ്ടാകും. ആടെ ഭയങ്കര ഉണ്ടാകും. അതെ, ഇവിടെ വരുമ്പോൾ നല്ല കാറ്റ് കിട്ടും. നന്നായി. ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇതെന്താ സപ്പോർട്ട് എങ്ങാനാന്ന് തോന്നുന്നു. വഴി അറിയാണ്ട് പോയിട്ട് അവസാനം വെട്ടിയിട്ട വാഴത്തണ്ടിൻ്റെ ഒട്ടിക്കുണ്ട്. ആൻഡ് വി ഹാവ് 2 വഴി. ഏത് റെയിൽവേ സ്റ്റേഷനോ? ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് സൗണ്ട് ഇല്ല, ഇവിടെ ഒന്നല്ല, കുറച്ച് അങ്ങോട്ടാ റെയിൽവേ സ്റ്റേഷൻ. സോ ഗൈസ്, ദിസ് ഓർ ദിസ്? യെസ്. നല്ല രസം അവിടുത്തെ വഴി കാണാൻ. ഇതിൻ്റെ അപ്പുറമാണ് ആശ്രമം. ഇതിൻ്റെ അപ്പുറം ആശ്രമത്തിൻ്റെ എന്തോ സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, ഇവിടെ നമുക്ക് ഊതുന്ന പൂവല്ലാത്തൊരു അല്ലേ? അല്ല ഗൈസ്, ആണാണ്. 2 തരം പൂവുണ്ട് ഇവിടെ. ഊതുന്ന പൂവ്, ഇത് ഊതുന്ന പൂവാ. ഇത് ഊതുന്ന പൂവാ. ഊതുന്ന പൂവല്ല ഇത്. നല്ല ഊതുന്ന പൂവാ, പക്ഷെ ഇത് പോകുന്നില്ല. കുറച്ച് കഷ്ടപ്പെടണം. ഇത് നല്ലോണം പോകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് പോവില്ല. സോ ഗൈസ്, ഇതാണ് ഗോ. സോ ലെറ്റ്സ് ഗോ. ബങ്കിചന്ദ്ര ചാറ്റ. ഇതാരോ ഓടി വരുന്ന? വേണ്ട കുഞ്ഞാറ്റേ, വേണ്ട. അതന്നെ ഞാനും പറയാൻ നോക്കിയേ. സോ ഗൈസ്, ഇവിടെ മുന്നിൽ 2 നായ്ക്കുട്ടികൾ. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്.
ഫ്ലവർ അറിയില്ല. വാ പോവാ. നല്ല വെയിലാണ്. ഇവിടെ വെയില് എന്നാലും ഒരിതാ. ഇനി സണ്ണിപ്പോ അങ്ങോട്ട് പോകുന്നേരം ഇവിടെ വെയിലും ആടെ ചോല. അവിടെ 2 നായ്ക്കളുണ്ട്. പേര് എവിടെയും പഠിച്ചാണ്. അങ്ങോട്ടാണ്. അപ്പം നമ്മൾ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ്. ഈ ഒരു മതിൽ കഴിഞ്ഞാലാണ് ആശ്രമം. സോ ഇവിടെ ഒരൊറ്റൊരു മനുഷ്യജീവി ഉണ്ടല്ലോ, സിദ്ധ സമാജ്. സോ ഇതാണ് ബദിര വിദ്യാലയം. ഹിയറിംഗ് യെസ്, ചെവി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ. എങ്ങനെ പഠിക്കൂ അറിയില്ല. സോ ഗായ്സ്, നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് കുറച്ച് നായ്ക്കൾ. അതിനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അത് ആൾക്കാരെ. അതെ, ഇതാണ് ഇവിടുത്തെ ആശ്രമം. ഇവിടെ വന്നാൽ ആശ്രമം കാണാണ്ട് പോയിട്ട് കാര്യമില്ല. കാരണം സീനാണ് ഇവിടുത്തെ വഴികൾ. സീനാണ്. സോ ഗായ്സ്, ഇവിടെ കുടുംബമൊക്കെ അപേക്ഷിച്ചിട്ട് വരണം. അങ്ങനെയൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ പിക്ക് എടുക്കാം കേട്ടോ കുറച്ച്. സോ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വരുന്നവരാച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വിസിറ്റിംഗ് ടൈം 8:30 തൊട്ട് 11:30 വരെയാണ് രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണി ടു 5 മണി. സോ ഇപ്പം 3 മണി ആയിട്ടുണ്ട് ഓൾറെഡി. സോ നമുക്ക് എല്ലാം ചുറ്റിക്കണ്ടാലോ? യെസ്, അവരൊക്കെ വിസിറ്റിങ്ങിന് വന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, ഇവിടെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അല്ലേ? ഇങ്ങനെ ഈ റോഡൊക്കെ നല്ല റോഡാണ്. സീൻ ആയുർവേദിക്. ഇവിടെ എന്താ ചെയ്യാൻ? ഫ്രണ്ട്സിനുണ്ടാകാൻ പറ്റുമോ? ഇതിലൂടെ പോകണേ, അതിലൂടെ പോകണം, ഇതിലൂടെ പോകണേ, അതിലൂടെ പോകണം. സോ ഇവിടെ ഒരു ഹംപ്. ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. അത് എഴുതി നന്നായിട്ട്. ഇത് ഏടാ പോകുന്നത്? പ്രവേശനം ഇല്ല. പിന്നെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് വാ. അല്ല, ആടെ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. നമുക്ക് കുളമാണോ? യെസ്, കുളമാണെന്നാണ്. ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ എന്താ ഒരു ഗ്രൗണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ എന്തോ ഉണ്ട്. എസ്തെറ്റിക്കായ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്നാൽ ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ടാവും. സത്യ, വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ല കാറ്റ് ഇവിടെ ഉണ്ടാവും. ഐഫോൺ ഉണ്ടോന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാം. ഗായ്സ്, ഇപ്പം പറഞ്ഞ് നാക്കെടുത്തപ്പോൾ സോ ലെറ്റ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഒരു സിദ്ധ 3 സിദ്ധ 4 സിദ്ധ 5. സോ ഇങ്ങോട്ടാണ്. ഇങ്ങനെ തന്നെ കിടന്നുണ്ട് ബണ്ണ് പോലെ. ആർക്കറിയാം. ജീവസമാധി മണ്ഡപം. ഒരു സിദ്ധ വെച്ചിന് ഞാൻ കണ്ടു. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. എന്താ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോകണോ? വെള്ളം വിട്ടിടുന്ന അവിടെ തന്നെ. പക്ഷേ ഞാൻ ഇവിടെ വന്നു. പിന്നൊരു ഗൈസ്, സോ പീസ്ഫുൾ. പച്ചത്തുള്ള ഭാഗ്യം. എന്ത് നോക്കാത്ത ഹാൻഡ് റൈറ്റിങ്ങില് സീൻ കേട്ടോ. ഇത് എഴുതിയതല്ലേ? അത് എഴുതിയതാ. മറ്റേ പെയിൻറ്റും ഉണ്ട്.
freedom. So let's go. So guys, ഇവിടെ വന്നാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. യെസ് ഇവിടെ നമുക്കൊരു ദിവസം എത്ര വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഫ്രീ ആണ്. ഫുഡ് വേണ്ട, വെറുതെ നമുക്കിവിടെ നിൽക്കാം. വിസിറ്റിങ്ങിന് വന്നവർക്ക് പോവാണ്ട് ഇവിടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. ഇവിടുത്തെ ആയുർവേദ ഫുഡ് കഴിക്കുക. ഫുഡും നല്ലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കണ്ടേനെ. സോ ഫുഡ് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ വെള്ളം, ആയുർവേദ മരുന്നുകളൊക്കെ വിസിറ്റ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് അങ്ങോട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. ഫുഡ് അങ്ങോട്ടില്ല. ആ ഉച്ചക്ക് വരണേ. ചോറ് ഉച്ചക്ക് വരണേ. വളരെ നമുക്ക് ഈ ഒരു വെള്ള സാധനം നല്ല രസം. സോ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനിവിടെ രണ്ടാമത്തെ ചെരുപ്പും പൊട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. കാരണം സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. 4 മണി ആവാനായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നല്ലൊരു എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഒരാളെ കൊന്നിട്ടിരിക്കുന്ന വെറുതെ ആണ്. എന്തോ പഴയ ഡ്രസ്സ് ഞാൻ ലക്ഷ്യമായിട്ട് ഇപ്പുറത്തില്ല. അപ്പുറത്തെന്തോ താമസിക്കുന്ന സ്ഥലം കാണാൻ. സോ ഗൈസ്, അങ്ങനെയാണ് ഒച്ചയുണ്ടാക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് ഈ ഒരു നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സോ നാട്ടിലേക്ക്, അതായത് പന്നിമുക്കിലേക്ക് പോവുകയാണ്, പേരാമ്പ്ര. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് നമ്മളിനി പോകുമ്പോൾ ക്ലിപ്പ് എടുക്കാം ബാക്കി. സോ ബൈ ഗൈസ്, മൊത്തത്തിൽ എനിക്ക് ഈ വീഡിയോ വലിയതായിട്ട് വോയിസ് ഓവർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നുമില്ല. കാരണം എല്ലാം ഞാനൊരു ഓൺ വോയിസിലാണ് സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എളുപ്പമായി കാര്യങ്ങൾ. പോകുന്ന വഴിക്കായാലും നമ്മൾ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടില്ല. ബാക്ക് പാക്കിംഗ് വീഡിയോ ഒക്കെ കമ്മിങ് സൂൺ ആണ് കേട്ടോ. ഇതിട്ടപാട് തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഗൈസ്, എനിക്കും അലോണക്കും എന്താ പറയുക സൈഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്നേരം ഓളല്ലേ ഇരുന്നത്, ഇപ്രാവശ്യം ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടി കൂടിയിട്ടാണ് അവസാനം എനിക്ക് സൈഡ് സീറ്റ് തന്നു. സിമ്പതിയിലെ പുറത്ത് മാത്രം. എന്തായാലും എനിക്ക് പോകുമ്പോൾ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയത് കാണാൻ എനിക്കറിയില്ല. നേരിട്ട് കാണാൻ എൻ്റെ പൊന്നോ, അയ്യൊരു മേഘമൊക്കെ കാണാൻ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. സോ ഇതാണ് പുഴയോരം ചാനിയം കടവ്. അങ്ങനെ നമ്മളത് വീടെത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെറുവണ്ണൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു വയലാണിത്. അപ്പോൾ പച്ചപ്പൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സംഭവം. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. നമ്മുടെ വെക്കേഷനും ഇതോടെ കഴിഞ്ഞു. എല്ലാവരും സ്കൂളിൽ പോയി അടിച്ചു പൊളിക്ക്. ശുഭദിനം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കണ്ടേ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്നെ സപ്പോർട്ട് ആക്കുക. അതേപോലെ തന്നെ വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ എന്താ പറയുക അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. ലൈക്ക് ഒരു നോർമലായിട്ടുള്ളൊരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു ഏകദേശം ഒരു ഔട്ടിംഗ് വ്ളോഗൊക്കെ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ കൂടുതലും പുറത്ത് പോയ ഒരു ഇതാണല്ലോ എടുത്തത്. പക്ഷേ ലാസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ബാക്ക് പാക്കിങ്, അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, അങ്ങനെ എല്ലാ പരിപാടിയും ഷടപടയും. സോ മോർണിംഗിൽ പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. എനിക്കത്ര ഉറപ്പില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.